ഇറാനെതിരെയുള്ള അനാവശ്യവും കടുത്തതുമായ സൈനിക വിന്യാസങ്ങൾ അമേരിക്കൻ പ്രതിരോധ മന്ത്രാലയമായ പെന്റഗണിനെ വൻ ആഭ്യന്തര സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണെന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ദി വാഷിംഗ്ടൺ പോസ്റ്റ് പുറത്തുവിട്ട വിവരങ്ങൾ അനുസരിച്ച് ഇറാൻ യുദ്ധത്തിൽ ചെലവുകൾ കുതിച്ചുയർന്നതോടെ സൈന്യത്തിന്റെ പതിവ് പരിശീലന പരിപാടികൾ വെട്ടിക്കുറയ്ക്കാനും സൈനിക ഉപകരണങ്ങളുടെ പരിപാലനം വൈകിപ്പിക്കാനും മുൻകൂട്ടി നിശ്ചയിച്ച ആയുധ സംഭരണ പദ്ധതികൾ പുനഃപരിശോധിക്കാനും അമേരിക്ക നിർബന്ധിതരായിരിക്കുകയാണ്. അമേരിക്കൻ സൈന്യത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കും സജ്ജീകരണങ്ങൾക്കുമായി നീക്കിവച്ചിരിക്കുന്ന വൻ തുകകൾ ഇപ്പോൾ യുദ്ധരംഗത്തെ ഇന്ധനം, തകരാറിലായ ആയുധങ്ങളുടെ അറ്റകുറ്റപ്പണികൾ, സൈനിക വിന്യാസം, ശൂന്യമാകുന്ന ആയുധശേഖരം വീണ്ടും നിറയ്ക്കൽ എന്നിവയ്ക്കായി വഴിതിരിച്ചുവിടുകയാണ്. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതോടെ ട്രംപ് ഭരണകൂടം ജനപ്രതിനിധി സഭയോടും സെനറ്റിനോടും വൻ തുകയുടെ അടിയന്തര ഫണ്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏകദേശം $88 ബില്യൺ അടിയന്തര പാക്കേജാണ് ഭരണകൂടം സഭയ്ക്ക് മുന്നിൽ സമർപ്പിച്ചിരിക്കുന്നത്. ഇതിൽ $67 ബില്യൺ പെന്റഗണിന്റെ സൈനിക ചെലവുകൾ മാത്രം നികത്താനാണ് നീക്കിവച്ചത്. ഇത് അമേരിക്കയുടെ ഖജനാവ് തകർത്തുവെന്നതിന്റെ വ്യക്തമായ തെളിവാണ്. അടിയന്തരമായി ആവശ്യപ്പെട്ട ഈ പാക്കേജിൽ മിസൈലുകളും കനത്ത വെടിക്കോപ്പുകളും വാങ്ങുന്നതിനായി $21 ബില്യൺ, നിലവിലെ സൈനിക പ്രവർത്തന ചെലവുകൾക്കായി $17.3 ബില്യൺ ഉൾപ്പെടുന്നു. ഇതിനു പുറമെ പുറത്തു പറയാൻ കഴിയാത്ത രഹസ്യ സൈനിക പദ്ധതികൾക്കായി $12 ബില്യൺ ഭരണകൂടം നീക്കിവെക്കാൻ ഉദ്ദേശിക്കുന്നത്. യുദ്ധക്കളത്തിൽ അമേരിക്ക നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളിലൊന്ന് തന്ത്രപ്രധാനമായ ടോമോഹോക്ക് ക്രൂയിസ് മിസൈലുകളുടെ കടുത്ത ക്ഷാമമാണ്. ഇതുവരെ 850-ലധികം ടോമോഹോക്ക് മിസൈലുകളാണ് അമേരിക്ക ഇറാന് നേരെ പ്രയോഗിച്ചു കഴിഞ്ഞത്. അത്യാധുനിക പതിപ്പുകളിൽപ്പെട്ട ഒരൊറ്റ ടോമോഹോക്ക് മിസൈലിന് മാത്രം $3.6 മില്യൺ, ഏകദേശം 30 കോടിയോളം ഇന്ത്യൻ രൂപ വരെ ചെലവ് വരുന്നുണ്ട് എന്നത് സാമ്പത്തിക ബാധ്യതയുടെ ആഴം കൂട്ടുന്നുണ്ട്. ഇത്രയും ഉയർന്ന തുക ചെലവഴിച്ച് പ്രയോഗിക്കുന്ന ഈ മിസൈലുകൾ വീണ്ടും നിർമ്മിച്ച് ശേഖരത്തിൽ എത്തിക്കുക എന്നത് പെന്റഗണിന് ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല. ഒരു ടോമോഹോക്ക് മിസൈൽ നിർമ്മിച്ച് പുറത്തിറക്കാൻ സാധാരണയായി 2 വർഷത്തോളം നീണ്ട കാലയളവ് ആവശ്യമാണ്. US കോൺഗ്രസിൽ ഭരണകക്ഷിയും പ്രതിപക്ഷവും തമ്മിൽ ഈ യുദ്ധത്തിന്റെ ലക്ഷ്യങ്ങളെ ചൊല്ലി കടുത്ത തർക്കങ്ങളാണ് നടക്കുന്നത്. ഈ ആക്രമണങ്ങൾ കൊണ്ട് അമേരിക്ക യഥാർത്ഥത്തിൽ എന്താണ് ലക്ഷ്യമിടുന്നത്? ഇത് എത്ര കാലം നീണ്ടു നിൽക്കും? ഇതിന്റെ അന്തിമ ചെലവ് എത്രയാകും എന്നതിനെ കുറിച്ചൊന്നും ട്രംപ് ഭരണകൂടത്തിന് വ്യക്തമായ ഉത്തരമില്ല. ഇറാനെ തകർക്കാനും സൈനികമായി ദുർബലപ്പെടുത്താനും ലക്ഷ്യമിട്ട് അമേരിക്ക ആരംഭിച്ച ഈ ആക്രമണ പരമ്പരകൾ ഒടുവിൽ അമേരിക്കയുടെ തന്നെ സൈനിക സജ്ജീകരണങ്ങളെയും കരുത്തിനെയും സ്വയം തകർത്തുകൊണ്ടിരിക്കുകയാണ്. വിമാനങ്ങൾ, യുദ്ധക്കപ്പലുകൾ, മറ്റ് ആയുധങ്ങൾ എന്നിവയുടെ കൃത്യമായ അറ്റകുറ്റപ്പണികൾ വൈകുന്നതോടെ അവയുടെ ആയുസ്സും കാര്യക്ഷമതയും കുറയുന്നു. ശത്രു രാജ്യത്തിന്റെ പ്രഹരശേഷിയെ ചെറുക്കാൻ പണം വാരിയെറിയുമ്പോൾ സ്വന്തം പ്രതിരോധ വ്യവസ്ഥയിലെ വിള്ളലുകൾ അടയ്ക്കാൻ അമേരിക്കൻ പ്രതിരോധ മന്ത്രാലയത്തിന് സാധിക്കുന്നില്ല. ചൈനയെ പോലുള്ള മറ്റ് ആഗോള എതിരാളികൾ സാങ്കേതികമായും സൈനികമായും അതിവേഗം മുന്നേറുമ്പോൾ അമേരിക്കയുടെ ശ്രദ്ധയും വിഭവങ്ങളും പശ്ചിമേഷ്യൻ യുദ്ധത്തിലേക്ക് മാത്രം കേന്ദ്രീകരിക്കപ്പെടുന്നത് വലിയൊരു തന്ത്രപരമായ അബദ്ധമായാണ് വിലയിരുത്തപ്പെടുന്നത്. വില കൂടിയ മിസൈലുകൾ ഉപയോഗിച്ച് ഇറാന്റെ വില കുറഞ്ഞ ഡ്രോണുകളെയും മിസൈൽ കേന്ദ്രങ്ങളെയും തകർക്കുന്ന അമേരിക്കൻ തന്ത്രം സാമ്പത്തികമായി കടുത്ത നഷ്ടമാണ് വരുത്തിവെക്കുന്നത്. അസംഭവമായ ഈ യുദ്ധരീതി അമേരിക്കൻ ബജറ്റിനെ വൻതോതിൽ ദോഷകരമായി ബാധിക്കുന്നുണ്ടെന്ന് പെന്റഗൺ ഉദ്യോഗസ്ഥർ തന്നെ അടക്കം പറയുന്നുണ്ട്. സൈനിക ആയുധ നിർമ്മാണ ശൃംഖലയിലുള്ള കാലതാമസവും അസംസ്കൃത വസ്തുക്കളുടെ ക്ഷാമവും നിർമ്മാണം കൂടുതൽ സങ്കീർണമാക്കുന്നു. യുദ്ധച്ചെലവുകൾ കുതിച്ചുയരുമ്പോൾ അത് രാജ്യത്തിനുള്ളിലെ മറ്റ് ജനക്ഷേമ പദ്ധതികളെയും ആഭ്യന്തര വികസനത്തെയും തടസ്സപ്പെടുത്തുന്നുണ്ട്. പണപ്പെരുപ്പവും സാമ്പത്തിക ഞെരുക്കവും അനുഭവിക്കുന്ന അമേരിക്കൻ ജനതയ്ക്ക് മുൻപിൽ വിദേശ മണ്ണിലെ ഈ യുദ്ധത്തിന് ന്യായീകരണം നൽകാൻ ട്രംപ് ഭരണകൂടം ഏറെ പാടുപെടുകയാണ്. പ്രതിരോധ മന്ത്രാലയത്തിന്റെ വരാനിരിക്കുന്ന ബജറ്റുകളിൽ നിന്ന് വൻ തുകകൾ ഈ യുദ്ധ ചെലവുകളിലേക്ക് വകമാറ്റേണ്ടി വരുന്നത് അമേരിക്കൻ വ്യോമസേനയുടെയും നാവികസേനയുടെയും നവീകരണ പദ്ധതികളെ വർഷങ്ങളോളം പിന്നോട്ടടിക്കും. ട്രംപിന്റെ ഇറാൻ നയവും കണക്കുകൂട്ടലുകളും അമേരിക്കൻ പെന്റഗണിന് നൽകിയത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക സൈനിക പ്രഹരങ്ങളിലൊന്നാണ്. ഇറാനെ തളർത്താൻ ഇറങ്ങി പുറപ്പെട്ട് സ്വന്തം സൈന്യത്തിന്റെ അസ്ഥിവാരം തോണ്ടുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ വാഷിംഗ്ടൺ. സഭയിൽ നിന്നും അടിയന്തര ഫണ്ട് ലഭിച്ചാൽ പോലും തകർന്ന സൈനിക സജ്ജീകരണങ്ങളും ശൂന്യമായ ആയുധശേഖരവും പൂർവ്വസ്ഥിതിയിലാക്കാൻ അമേരിക്കയ്ക്ക് വർഷങ്ങൾ വേണ്ടിവരും.